ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ മാമൻ്റെ അവിടെ വന്നിട്ടുള്ള വീഡിയോ ആണ്. കഴിഞ്ഞ സൺഡേ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ അടുത്ത അടുക്കളയിലെ കലാപരിപാടികളാണ് ഇതൊക്കെ. ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ആടിൻ്റെ ഇരക്കുല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിക്കുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. നമ്മളിന്ന് പൂരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിന് ഉരുളൻകിഴങ്ങ് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ നമ്മളതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കടുക് കാഴ്ച ഒഴിക്കുകയാണ്. അതാണ് നമ്മൾ പൂരിക്കുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടി ഉരുളൻകിഴങ്ങ് വേവിക്കുക, പിന്നെ നമ്മളതിലേക്ക് ജസ്റ്റ് കടുക് കാഴ്ച ഒഴിക്കണം. അങ്ങനെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ പൂരിക്ക് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് റെഡിയാക്കാനായിട്ട് സബോള, പച്ചമുളകല്ല, വേപ്പിലയും തക്കാളിയും ഒക്കെ ഇട്ടിട്ടുണ്ട്, പച്ചമുളകും. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കുക്കറിലാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ. ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ. സബോളയും തക്കാളി ഇതൊക്കെ ഒന്ന് വഴണ്ട വരെ ഒന്ന് വഴറ്റി കൊടുക്കും. ഒരു ലേശം ഉപ്പിടാട്ടെ, നിങ്ങൾക്ക് സബോള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് വഴണ്ടി വരുമ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതും എന്നിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി വഴറ്റി കൊടുക്കണം. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. സബോളയും ആ തക്കാളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ളത് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പോഴേക്കും നമ്മൾ ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ സബോള നന്നായി ഒന്ന് വഴണ്ടി വരുന്ന ഇനി അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ആഡ് ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ആഡ് ചെയ്യണത് മുളക് പൊടിയാണ്. നമ്മുടെ ആവശ്യത്തിന് മുളക് പൊടി ആഡ് ചെയ്തെടുക്കുക. എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഒരു 2 അല്ലെങ്കിൽ 3 സ്പൂൺ ആഡ് ചെയ്യുക കേട്ടോ. അതും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് മസാലയൊക്കെ ഒന്ന് നല്ല പോലെ മിക്സാക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ മസാലയും ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇത്തിരി ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എരിവിന് വേണമെങ്കിൽ ഇത്തിരി കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ സബോളയ്ക്ക് എല്ലാ മസാലയും ആണ രീതിക്ക് നല്ലപോലെ മിക്സാക്കി. ഇനി നമ്മൾ നമ്മുടെ മസാലയൊക്കെ ചെറുതായിട്ട് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കിനി കഴുകി വെച്ചിരിക്കണ ബീഫില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അതിലേക്ക്. അങ്ങനെ എല്ലാ ബീഫും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് എല്ലാതും ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. മസാലയൊക്കെ ബീഫൊക്കെ നന്നായി ആവണ രീതിക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വിസിലടിപ്പിക്കുക. അപ്പം നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബീഫ് കറി റെഡി ആയതിനു ശേഷം പിന്നെ നമ്മൾ ചായക്ക് ഉണ്ടായിരുന്നതാണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചക്കയുണ്ട് എരിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പൂരിയും പിന്നെ ഉരുളൻകിഴങ്ങ് മസാലയും പിന്നെ നമ്മൾ എടുത്തേക്കണത് സാമ്പാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ വന്നിരുന്ന് ഏകദേശം ഒരു മഴയൊക്കെ പെയ്ത് നിന്ന സമയമൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് നേരം നമ്മൾ TV ഒക്കെ കണ്ടു കേട്ടോ. നമ്മുടെ ഉപ്പും മുളകും പഴയ എപ്പിസോഡുകളും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. പിന്നെ പിന്നെ അടുത്ത വിഭവം നമ്മൾ അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ആടിൻ്റെ ഇരക്കൊലയിൽ നമ്മൾ തേങ്ങാപ്പാൽ, ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ ആക്കി വെച്ചേക്കണം കേട്ടോ. പിന്നെ ഇത് നമുക്ക് 2 സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ വലിയ കഷ്ണങ്ങൾക്ക്. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ കുക്കറിൽ വിസിലടിപ്പിക്കാണ്ട് ചെയ്യാൻ പോണത്. എല്ലാതും ഒന്ന് ഇളക്കി മിക്സാക്കുക. തൈര് നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മുടെ ഈ ആടിൻ്റെ ഇരക്കൊലയ്ക്ക് നമ്മളത് തേങ്ങാപ്പാൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി അതൊന്ന് മിക്സാക്കിയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് ആക്കിയെടുക്കണം. അതിൻ്റെ വീഡിയോ ഫുള്ള് നമ്മളിതിൽ കാണിക്കുന്നില്ല കേട്ടോ. ഫുള്ള് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ജസ്റ്റ് പാക്കുന്ന വീഡിയോ മാത്രം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അവിയൽ ഇതുപോലെ നമ്മൾ ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിയലിക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേങ്ങ കൂടെയാണ് ആഡ് ചെയ്ത് കൊടുക്കണുള്ളൂ കേട്ടോ. അതും നമ്മളിതിൽ വീഡിയോയിലില്ല. അങ്ങനെ ഇത് 2 ഐറ്റംസാണ് നമ്മൾ റെഡിയാക്കിയത് ഉച്ചയ്ക്ക്. പിന്നെ ബീഫും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അടുപ്പത്ത് വെച്ചതാണ്. അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഇത് കുറച്ച് നമ്മൾ ഇളക്കി കൊടുക്കണം, അടി പിടിക്കാണ്ട്. അങ്ങനെ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ബീഫ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കൊള്ളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ ചോറ്, പിന്നെ ആടിൻ്റെ ഇരക്കൊല, പിന്നെ അവിയൽ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ഞാൻ